കൈക്കൂലി കേസിൽ അറസ്റ്റിലായ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അലക്സിനെതിരെ ആഭ്യന്തര അന്വേഷണം നടത്തും. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇപ്പോൾ 10 ലക്ഷത്തിന്റെ കൈക്കൂലി ആരോപണം വെളിപ്പെടുത്തലോടുകൂടി ഇതിന് പുറത്തു വന്നിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിലും പലതും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കേസിന്റെ ഒരു ഗൗരവം ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് കൈക്കൂലി കേസിൽ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ഗുരുതരമായ ആരോപണം ഈ ഉദ്യോഗസ്ഥൻ നേരിടുന്നു. വിജിലൻസിനടക്കം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിരവധി പാചകവാതക ഏജൻസി ഉടമകളെ അടക്കം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. പരാതിയില്ല എങ്കിൽ കൂടിയും പലരും സന്നദ്ധരായി നൽകുന്നതാണ്. പക്ഷേ ഉന്നത പദവിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ പെടുന്നു, കൈയോടെ പിടികൂടുന്നു. അതിന്റെ കേസും തുടർ നടപടികളും ഉണ്ടാകുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ IOC ആഭ്യന്തര അന്വേഷണത്തിനൊപ്പം സസ്പെൻഷനും തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനകം സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായ പരിശോധന കൂടി, അതായത് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ആ കപ്പാസിറ്റിയിൽ DGM എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ആ ക്രമക്കേടുകൾ, അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയിലേക്ക് പോകണം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിലേക്ക്, ആഭ്യന്തര അന്വേഷണത്തിലേക്ക് പോകുന്ന. ഒരു വശത്ത് വിജിലൻസ് അന്വേഷണം വളരെ ത്വരിതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ വീട്ടിലും ഈ ഉദ്യോഗസ്ഥന്റെ അലക്സ് മാത്യുവിന്റെ കൊച്ചി ചിലവന്നൂരിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ റെയ്ഡ് നടത്തിയതാണ്. ഒപ്പം ഈ ഓഫീസിലും IOCയുടെ സ്റ്റേറ്റ് ഓഫീസ് കൊച്ചിയിലാണ്. ആ ഓഫീസിലും വിശദമായ പരിശോധന നടത്തുകയും വീട്ടിൽ നിന്ന് വിശദമായ രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി എന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് IOCയെ സംബന്ധിച്ചിടത്തോളം ഈ ആഭ്യന്തര അന്വേഷണം പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് കടക്കുന്നു വേഗത്തിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, അലക്സ് മാത്യുവിന് സസ്പെൻഷൻ എന്നുള്ള വിവരമാണ് സജോ ദേവസ്യ നൽകുന്നത്. ഇപ്പോൾ